ഈശോയിൽ സ്നേഹമുള്ളവരെ, കുറച്ചു ദിവസം മുമ്പ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ ഒരു വചനക്കൊന്ത നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രാർത്ഥന മറ്റൊരു വചനക്കൊന്തയാണ്. നമ്മുടെ ഏത് നിയോഗവും ഈ കൊന്തയോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇത് എത്ര ദിവസം ചെല്ലണം എന്നൊന്നുമില്ല. നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കുക. ദൈവവചനം കൊണ്ട് മാത്രം കുരുത്തെടുത്ത ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച ആർക്കും ഇതുവരെ നിരാശരാകേണ്ടി വന്നിട്ടില്ല. കാരണം ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുമുണ്ട്. കാരണം വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചതാണ് യേശു. ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടി വരില്ല. ഓർക്കുക, നാം ഒരു വചനം വിശ്വസിച്ച് ഏറ്റെടുത്താൽ അത് ദൈവത്തിന് ചെയ്തു തന്നേ പറ്റൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റിത്തരും. സത്യം പറയുന്ന ഒരേയൊരു പുസ്തകം അത് ബൈബിള് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ വചനക്കൊന്ത നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വചനക്കൊന്തയിൽ ഞാൻ കൃത്യമായി ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അത് കേൾക്കാത്തവർക്കായി ഒന്നുകൂടെ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയും ചൊല്ലേണ്ടത്. ആദ്യം നമ്മൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി ചൊല്ലുക. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ രഹസ്യങ്ങൾ ചൊല്ലുന്നതിന് പകരമായിട്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം ഒരു പ്രാവശ്യം നമ്മൾ ഏറ്റുചൊല്ലുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം ഒരു തവണ ഏറ്റുപറഞ്ഞതിനു ശേഷം നമ്മൾ അടുത്ത വചനത്തിലേക്ക് കടക്കുകയാണ്. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഇങ്ങനെ 10 തവണ ചൊല്ലുക. നമ്മൾ കൊന്ത കയ്യിലെടുത്ത് നന്മ നിറഞ്ഞ മറിയം, പരിശുദ്ധ മറിയം ചൊല്ലുന്നത് പോലെ തന്നെ ഈ വചനം 10 തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലുന്നതിന് പകരമായിട്ട് വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും എന്നുള്ള വചനം വീണ്ടും ഒരു തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം രണ്ടാമത്തെ വചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ലൂക്ക 1:37. ഈ വചനവും 10 തവണ ചൊല്ലുക. വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം. അടുത്തത് 3-ാമത്തെ വചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ചൊല്ലുക. വീണ്ടും 4-ാമത്തെ വചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ചൊല്ലുക. അടുത്തത് 5-ാമത്തെ വചനം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇങ്ങനെ ഈ വചനം ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ അതെന്തുമാകട്ടെ, ഈ വചനക്കൊന്തയോടൊപ്പം ചേർത്ത് വെച്ച് വചനത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
ദൈവത്തിൻ്റെ വലിയ കരുണ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ.